ശ്ലോകം 3. ശകുനിജ, ശകുനിയിൽ നിന്ന് ജാതനായവൻ. ശകുനി ഹിരണ്യാക്ഷൻ്റെ പുത്രനാണ്. ഹിരണ്യാക്ഷൻ്റെ പുത്രനായ ശകുനി, അല്ലാണ്ട് മഹാഭാരതത്തിൽ ശകുനിയല്ല. ഹിരണ്യാക്ഷന് 9 പുത്രന്മാരാണ് മറ്റേയാണ്. ആ 9 പുത്രന്മാരിൽ ഒരാൾ ശകുനി. ആ ശകുനിയുടെ പുത്രനാണ് ഇവൻ മൃഗാസുരൻ. മൃഗം ചെന്നായ, ചെന്നായെപ്പോലെ ഭക്ഷിക്കുന്നവൻ, അതാണ് മൃഗോദരൻ എന്നൊക്കെ നമ്മൾ പറയും. ഭീമന് മൃഗോദരൻ എന്നൊരു പേരുണ്ട്, അതാണ് മൃഗാസുരൻ. ശകുനിജ സഹി നാരദമേകഥ, അവന് പെട്ടെന്ന് ഉയരണം, വലിയ ആളാവണം, എല്ലാവരുടെയും മുകളിലെത്തണം. അപ്പോൾ ഒരിക്കൽ നാരദനെ കണ്ടു. ഇങ്ങനെയുള്ളവരുടെ മുമ്പിൽ നാരദനെത്തും, അതാണ്. നല്ലവരുടെ മുമ്പിലും എത്തും, ചീത്ത ആൾക്കാരുടെ മുമ്പിലും എത്തും. അങ്ങനെ കണ്ടത് വലിയ സന്തോഷമായി. ത്വരിതദോഷം, എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി അപൃച്ഛത് അധീശ്വരം പറഞ്ഞു. അങ്ങെനിക്ക് പറഞ്ഞു തന്നാലും വേഗത്തിൽ പ്രസാദിക്കുന്ന ഒരു ദേവൻ്റെ പേര് പറഞ്ഞു. ത്വരിതദോഷം അധീശ്വരം അപൃച്ഛത്, വേഗത്തിൽ പ്രസാദിക്കുന്ന ഒരു ഈശ്വരനെക്കുറിച്ച് ചോദിച്ചു. എനിക്കതാണ് വേണ്ടത്. നാരദൻ ആലോചിച്ചു. സജതി ദേശ ഗിരീശമുപാസകം, ശിവനെ പ്രാർത്ഥിക്കും. ഗിരീശൻ വേഗത്തിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഗുരുവായൂരപ്പനെ നോക്കി. മോഹം വല്ലാണ്ടിരിക്കണം, എന്തുകൊണ്ട് എന്നെ പറഞ്ഞില്ല എന്നുള്ള ഒരു മോഹഭാവം അവിടെ കണ്ടു. ഉടനെ പറഞ്ഞു, നതു ഭവന്തം അവന്ധും അസാധുഷു, അങ്ങക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധമില്ല, അവിടെയാണ് അങ്ങയുടെ പേര് പറയാഞ്ഞത്. അതാണ് അസാധുഷു, സജ്ജനമല്ല, ദുർജനങ്ങളാണ്. ദുർജനങ്ങളുമായിട്ട് അങ്ങക്ക് ബന്ധമില്ലാത്തതുകൊണ്ടാണ് അങ്ങയുടെ പേര് പറയാഞ്ഞത്. ശിവൻ്റെ പേര് പറഞ്ഞ് അവൻ കുറച്ചൊന്ന് കഷ്ടപ്പെടട്ടെ എന്നുള്ള അത് മനസ്സിൽ വിചാരിച്ചു, പറഞ്ഞില്ല, ഇത്രയും. അപ്പോൾ ഹിരണ്യാക്ഷൻ്റെ പുത്രനായ ശകുനിയുടെ പുത്രനായ മൃഗാസുരൻ പെട്ടെന്ന് ഉയർച്ച വേണം, ദേവന്മാരെയൊക്കെ കീഴടക്കുക, അവർക്കെപ്പോഴും ആഗ്രഹം അതല്ലേ. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വഴിക്ക് വെച്ച് കണ്ടതായ ദേവർഷിയായ നാരദനോട് ചോദിച്ചു. ത്വരിതദോഷമപൃച്ഛത് അധീശ്വരം, പെട്ടെന്ന് ഞാൻ ധ്യാനിച്ചാൽ പെട്ടെന്ന് സന്തോഷിക്കുന്ന ത്വരിതദോഷം, അങ്ങനെയുള്ള അധീശ്വരനെ, ആ ദേവനെ അപൃച്ഛത് ചോദിച്ചു, ഒന്ന് പറഞ്ഞു തരൂ. നാരദൻ ഇവൻ കുറച്ച് ബുദ്ധിമുട്ടട്ടെ, ഇവൻ്റെ നാശം അടുത്തിരിക്കണു. സചതിദേശ, നാരദൻ ഉപദേശിച്ചു. ഗിരീശമുപാസിതും, ആ ശിവനെ ഉപാസിക്കൂ. ശിവനാണ് പെട്ടെന്ന് സന്തോഷിക്കുന്ന ആൾ. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. നതുഭവന്തമബന്ധുമസാധുഷു, സജ്ജനങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത ആളാണ് അങ്ങ്, അതുകൊണ്ട് ഭഗവാന്റെ കാര്യം പറഞ്ഞില്ല, വിഷുവിൻ്റെ കാര്യം പറഞ്ഞില്ല. അങ്ങനെ അവൻ തപസ് ചെയ്തു. അധികമൊന്നും തപസ്സായിട്ടില്ല, ഒരാഴ്ച ഉള്ളേ ഉള്ളൂ. ശ്ലോകം 4. തപസ്തത്വാഘോരം, അതിഘോരമായ തപസ്. എങ്ങനെ അവരുടെയൊക്കെ തപസ്? ഒരു കാല് ഒക്കി വെച്ചിട്ട് മറ്റേ കാല് അതിൻ്റെ മുകളിലേക്ക് എങ്ങനെ കയറ്റി ഇതാ വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഊർധ്വഭാഗമായിട്ട് വെച്ചിട്ട് മുകളിൽ സൂര്യൻ, ചുറ്റും അഗ്നിയൊക്കെ ഇടും, തീ കൂട്ടിയിട്ട് ഇതാവും. അതാണ് ഘോര തപസ്. അങ്ങനെ അതിലങ്ങനെ വെന്ത് നിൽക്കും. ഇവിടെ പറയുന്നില്ല, ചിലവർ അവരുടെ ശരീരത്തിൽ നിന്ന്
മാംസം വെട്ടി അഗ്നിയിലിട്ട് ഹോമിക്കുകയും ചെയ്യും. ഇവിടെ അത് പറയുന്നില്ല. തപസ്തപ്വാ ഘോരം, ഇവിടെ ഘോരമായ തപസ് മാത്രം. ഒരാഴ്ചയായിട്ടും ഭഗവാൻ വന്നില്ല. സഖലു കുപിത സപ്തമതിനെ, ഏഴാമത്തെ ദിവസം അവൻ എന്തെന്നില്ലാത്ത കോപത്തോടി കുപിതനായിട്ട് ശിരശ്ചിത്വ, വാളെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്, വാളെടുത്ത് വെട്ടാൻ പുറപ്പെടുകയാണ്. അതാണ് ചിത്വം പറഞ്ഞാൽ ഛേദിച്ചിട്ട് നടത്തമാണ്. ഛേദിച്ചില്ല, ഛേദിക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കുമ്പോഴേക്കും ഭാവം വന്ന് കൈപ്പിടിക്കുകയാണ്. സദ്യ പുരഹരമുപസ്ഥാപ്യ പുരത, ഭഗവാൻ പെട്ടെന്ന് അവൻ്റെ പുരത മുൻഭാഗത്ത് എത്തി. അവൻ്റെ കയ്യിൽ പിടിച്ചു. എന്താ ഭക്ത ഇത്, ഇങ്ങനെയൊക്കെ അവിവേകം കാണിക്കുകയാണ്, എന്താ വേണ്ടത് പറയൂ, എന്താ പറയൂ. എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല, അത് സാധ്യ, അതൊഴിച്ച് ബാക്കിയെല്ലാം ചോദിക്കും. എന്നാ ഇത് ചെയ്യൂ. അതിക്ഷുദ്രം രൗദ്രം ശിരസികരദാനേന നിധനം, ഞാൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നുവോ അവർ മരിച്ചു വീഴണം. അങ്ങനെ അത്യന്തം ക്ഷുദ്രമായിരിക്കുന്ന രൗദ്രമായ ഒരു വരമാണ് അവൻ ചോദിച്ചത്. ശിരസി കരദാനേന നിധനം, തലയിൽ കൈ ഇങ്ങനെ കാണിച്ചാൽ അപ്പോൾ അയാൾ ചത്തു വീഴണം. അങ്ങനെ ക്ഷുദ്രമായിരിക്കുന്നതും രൗദ്രമായിട്ടുള്ളതും ആയ ഒരു വരം ആരും നാം പഠിക്കുന്നത്? ജഗന്നാഥാദ്വരേ. ശിവൻ സത്വഗുണിയാണ്, ഓർമ്മ വേണം. ഉത്കടമായ സത്വഗുണമുള്ള ആളാണ്. പക്ഷേ തമോ ഗുണ ചേഷ്ടകളുണ്ട് എന്ന് മാത്രം. അത് ആ ജോലിയുടെ ഇതിൽപ്പെട്ടതാണ്. സംഹാരമല്ലേ, അപ്പോൾ അതിന് തമോ ഗുണമൊക്കെ വേണം. ഉത്കടമായ സത്വഗുണമുള്ള ആളാണ് ശിവൻ. അതാണ് ജഗന്നാഥാദ്വരേ. ജഗത്തിൻ്റെ നാഥനായിരിക്കുന്ന ആ ശിവനിൽ നിന്ന് വരിച്ചു. എന്ത്? ഞാൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നുവോ അയാൾ മരിച്ചു വീഴണം. തഥാസ്തു, ഉടനെ അത് കൊടുക്കും. ഉടനെ അത് കൊടുക്കും. തഥാസ്തു. അപ്പോൾ മേൽപ്പത്തൂർ പറയാണ്, ഭവതി വിമുഖാനം ക്വ ശുഭതി. അങ്ങയിൽ വിമുഖന്മാരായ, അങ്ങയിൽ യാതൊരു താല്പര്യമില്ലാത്ത, അങ്ങയെ ഭജിക്കാത്ത ആൾക്കാർക്ക് മനസ്സ് ബുദ്ധി, ആ ബുദ്ധി എങ്ങനെ ശുഭചിന്തകൾ ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല. അവരുടെ മനസ്സിൽ എപ്പോഴും അശുഭചിന്തകൾ മാത്രമാണ് ഉണ്ടാവുക. അതാണിപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. ഗീതയിൽ പറയുന്നുണ്ട്, ഓരോരുത്തരും എന്ത് ഉദ്ദേശത്തോടെ എന്നെ ഭജിക്കുന്നുവോ അതിനനുസരിച്ച് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അതാണ് യേ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. എന്താഗ്രഹം വെച്ച് എന്നെ ഭജിക്കുന്നുവോ ആ ആഗ്രഹം സാധിപ്പിക്കും. മരണം പാടില്ല എന്ന് മാത്രം പാടില്ല, അത് ബാക്കിയില്ല. അത് തന്നെയാണ് ഇവിടെ ശിവനും ചെയ്തത്. ക്ഷുദ്രമായിട്ടുള്ളതായ ഒരു വരമാണ് ചോദിച്ചത്. അനേകം ആൾക്കാർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു രൗദ്രമായ ഒരു വരമാണ് ആവശ്യപ്പെട്ടത്. എങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ കൊടുക്കുക തന്നെ വേണം. അങ്ങനെ കൊടുത്തു. അപ്പോൾ എന്താണ്? തലയിൽ ഇങ്ങനെ കൈ കാണിക്കാൻ വേണ്ടു. അവൻ സന്തോഷത്തോടെ ചാടി എണീച്ചു. ശിവനെ വണങ്ങാനൊന്നും നിന്നില്ല, ഒറ്റ ചാട്ടം നേരെ എവിടേക്കാണ്? ദേവലോകത്തിലേക്ക്. അവിടെ എല്ലാവരുടെ തലയിലും കൈ കാണിച്ചാൽ മതിയല്ലോ, ഒക്കെ ചത്തു വീഴും. വാളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതെന്താ സംഭവിക്കുന്നത്? ഇങ്ങനെയാണ് വിഷ്ണുവിൽ ഭക്തിയില്ലാത്തവർ, അതായത് സത്വഗുണമില്ലാത്തവർ നഷ്ടം. സത്വഗുണമുള്ളവർക്കേ വിഷ്ണുവിൽ ഭക്തി ഉണ്ടാവുള്ളൂ. ഭവതി വിമുഖാനാം, ഭഗവാനിൽ താല്പര്യമില്ലാത്തവർ, സത്വഗുണിയായ
വിഷ്ണു ഭഗവാനിൽ താല്പര്യമില്ലാത്തവർക്ക് അവർക്ക് ഒരേ ഒരു ചിന്തയുള്ളൂ, ജീവിക്കുന്ന കാലം സുഖമായിട്ട് ജീവിക്കണം. ആചാര്യൻ ഒരു സുഭാഷിതം തന്നെ അതിലുണ്ടാക്കിയിട്ടുണ്ട്. യാവത് ജീവേത് സുഖം ജീവേത്. എത്ര കാലം ജീവിക്കുന്നുവോ നന്നായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണോ, അടിച്ചു പൊളിച്ച് ജീവിക്കണോ. ഇന്നത്തെ ഭാഷ. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പം മറ്റേ ആൾ പറഞ്ഞു, കാശ് വേണ്ടേ, ഇണം കൃത്തുവാ, കടം മേടിക്കണോ. തൻ്റെ അടുത്തുള്ള ആൾ കോടീശ്വരനല്ലേ, കടം മേടിക്കും. എന്നിട്ട് ഘൃതം പിബേത്, നെയ്യ് കുടിക്കണം എന്ന് വെച്ചാൽ നന്നായി ജീവിക്കാൻ അർത്ഥം. അല്ലാണ്ട് നെയ്യ് കുടിക്കാന്നല്ല, സുഖമായിട്ട് ജീവിച്ചൂടെ. അപ്പോൾ ഇയാൾ പറഞ്ഞു, അയ്യോ ഭസ്മീഭൂതസ്യ ജീവസ്യ, നാളെ ഞാൻ മരിക്കും. ആ മരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കടം വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ ആ പാപം എന്നെ ബാധിക്കില്ലേ. അപ്പോൾ ഇയാൾ പറഞ്ഞു, എടോ ഈ നാളെ ഭസ്മമാകാവുമ്പോൾ അയാൾ പിന്നെ വരുന്നുള്ളത് ആരാ കണ്ട്? ഭസ്മീഭൂതസ്യ ജീവസ്യ പുനരാഗമനം കുതഃ. അയാൾ തിരിച്ചു വരുന്നത് വെറുതെ പറയണേ. ഈ ആൾക്കാർ ഉണ്ടല്ലോ, ആചാര്യന്മാരൊക്കെ നമ്മളെ കളിപ്പിക്കുകയാണ്. കഴിഞ്ഞില്ല, ചാരമായിട്ട് അതിൽ കാണുന്നില്ലേ നമ്മൾ, പിന്നെ അത് ഒന്നുമില്ല. ആത്മാവുണ്ടെന്നോ ആത്മാവ് വീണ്ടും വരുമെന്നോ, ഇങ്ങനെ എന്താണ് നമ്മൾ നേടുന്നത്, ആ നേടുന്നത് അനുഭവിച്ച് തന്നെ തീർക്കണമെന്നോ ഒന്നും അവർക്കറിയില്ല. പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ചൈതന്യത്തിൽ വിശ്വാസമില്ല. സകല ജ്ഞാനവും ആ ചൈതന്യത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഉള്ള വിശ്വാസമില്ല. നമ്മളും ആ ചൈതന്യത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ ശരീരം താൽക്കാലികമായിട്ടുള്ളത് മാത്രമാണ്. ഉള്ളിലുള്ള ചൈതന്യം ഇവിടുന്ന് പോകും. എല്ലാവർക്കും പോകണം, ഈശ്വരന്മാർക്കും പോകണം. ശ്രീകൃഷ്ണൻ 125 വയസ്സ് കഴിഞ്ഞപ്പോൾ പോയി. രാമൻ 13,000 വർഷം കഴിഞ്ഞിട്ടാണ് പോയത്. 13,000 വർഷം. ധ്രുവബാലൻ മനുഷ്യനാണ്, എന്തായാലും 36,000 വർഷം ഇരുന്നു. പ്രിയവ്രതൻ ഈശ്വരനെ പോലെയുള്ള ഒരാളാണ്. പ്രിയവ്രതൻ സ്വാമിഭവനുവിൻ്റെ മൂത്ത മകൻ. ഒന്നിലും ആഗ്രഹമില്ലാതെ നാരദൻ്റെ ഗന്ധമാദന പർവ്വത്തിൽ പോയി സന്യാസം വരിച്ചങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ സ്വാമിഭവന് വിടുവോ? ഇല്ല. ഉണ്ണി, രാജ്യം ഭരിക്കാൻ ആളില്ല, നീ വരണം. ബ്രഹ്മാവും വന്നു. രണ്ടുപേരും പറഞ്ഞപ്പോൾ തിരിച്ചു വന്നു. കല്യാണമൊന്നും വേണ്ടാന്ന് പറഞ്ഞ ആൾ 2 കല്യാണം. മൂപ്പരാണ് ഈ രാത്രിയെ പകലാക്കി. അതാണ് അതിശ്രേഷ്ഠമായിട്ടുള്ളതായ ഒരു വിമാനത്തിനെ ഉണ്ടാക്കി. ആ വിമാനത്തിൽ കയറി സൂര്യൻ്റെ പിന്നാലെ സഞ്ചരിക്കും. അപ്പോൾ എവിടെയും ഇരുട്ടില്ല. അങ്ങനെ ഓരോ തവണയും ദിവസം ഇത് എന്നിട്ട് താഴ്ത്തിറങ്ങും. അങ്ങനെ കുഴി. അങ്ങനെയാണ് സപ്തസമുദ്രങ്ങൾ വന്നത്. 7ാമത്തെ ദിവസമായപ്പോൾ ബ്രഹ്മാവ് വന്നു. ഉണ്ണി, നീ നിർത്തണം. ഈ രാത്രി എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വിശ്രമത്തിന് വേണ്ടിയിട്ടാണ്. വിശ്രമിച്ചാലേ അവർക്ക് പിന്നീട് പണിയെടുക്കാൻ പറ്റൂ. അവിടെ നീ നിർത്തേ. അങ്ങനെ നിർത്തി. ആണ് അപ്പോഴേക്ക് സപ്തസമുദ്രങ്ങളായി, സപ്തദ്വീപങ്ങളായി. അദ്ദേഹം ജീവിച്ചിരുന്ന കാലം അതാണ്. എത്രയാണ്? 110 കോടി വർഷം. 11 അർബുദം. ഒരർബുദം വെച്ചാൽ 10 കോടി. 110 കോടി വർഷം ജീവിച്ചിരുന്നു. ഭാഗവതം പറയുന്നു, പ്രിയവ്രതൻ ചെയ്യുന്ന കാര്യം ഈശ്വരനല്ലാതെ മറ്റാർക്കാ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഈശ്വരൻ തന്നെ ആയിരുന്നു വേണമെങ്കിൽ പറയാം. എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്? എല്ലാവർക്കും മരണമുണ്ട്. ഏറ്റവും അധികം ഇരുന്ന ആൾ പ്രിയവ്രതനാണ്.
110 കോടി വർഷം അയാൾ പോയില്ലേ. ഇതാണ്. അപ്പം ജനിച്ചുവോ മരണമുണ്ട്. ജാതസ്യഹി ധ്രുവോ മൃത്യു ധ്രുവൻ ജന്മ മൃതസ്യജ. ആര് മരിച്ചു അയാൾക്ക് ജന്മമുണ്ട്, വീണ്ടും ഉണ്ട്. ഭവതി വിമുഖാനാം കോശുപതീഹി. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരാൻ കാരണം എന്താണ്? ആ ചൈതന്യത്തിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ചൈതന്യത്തിനെ അംഗീകരിക്കുന്നില്ല. പ്രപഞ്ചത്തിനെ ചലിപ്പിക്കുന്ന ഒരു ചൈതന്യമുണ്ട്, ഒരു ശക്തിവിശേഷമുണ്ട്, ഒരു ഈശ്വരനുണ്ട്, ആ വിചാരമില്ല. അത് നേടണമില്ല. നമ്മളെപ്പോഴും പറയാറുള്ളത് ശ്രദ്ധയില്ല എന്നർത്ഥം. 4 കാര്യങ്ങളാണ് ശ്രദ്ധയ്ക്ക് വേണ്ടത്. ഒന്ന്, ഈ പ്രപഞ്ചത്തിനെ ചലിപ്പിക്കുന്ന ആ ചൈതന്യമുണ്ട് എന്നുള്ള ആ വിശ്വാസം വേണം. പിന്നെ എന്തെല്ലാം ജ്ഞാനം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ആ ദേവനിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെയോ നമുക്കിപ്പോൾ പറഞ്ഞു തരുന്ന ഗുരു അതാണ് പറഞ്ഞു തരുന്നത്, അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമല്ല. പിന്നെയോ ഈ പറയുന്നത് എനിക്ക് ഈ ജന്മത്തിൽ തന്നെ സാക്ഷാത്കരിക്കാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതായ ആത്മവിശ്വാസം വരണം. അങ്ങനെ ഈശ്വരവിശ്വാസം, ശാസ്ത്രവിശ്വാസം, ഗുരുവിലുള്ള വിശ്വാസം, ആത്മവിശ്വാസം, ഈ 4 വിശ്വാസങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് പുരോഗതിയുള്ളൂ. അതാണ്, അല്ലെങ്കിൽ അധോഗതിയാണ്. ഭവതി വിമുഖാനാം കോശുപതീഹി. ഭഗവാനിൽ താല്പര്യമില്ലാത്തവർക്ക്, ഭഗവാനെ അംഗീകരിക്കാത്തവർക്ക് അധോഗതിയാണ്, എപ്പോഴും അധോഗതിയാണ്.